കേരള സർക്കാർ 3 ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ചു. ഈ ന്യൂസ് കേട്ടപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും കുറേ ഒപ്പീനിയൻസ് വന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഒരു 80% സ്ത്രീകളിലും പീരിയഡ്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ്. ഭയങ്കര വയറുവേദന, നടുവേദന, ഛർദി, തലകറക്കം, തലവേദന, അതുപോലെ ഒരുപാട് സിംറ്റംസ് മിക്ക സ്ത്രീകളിലും കാണാറുണ്ട്. ചിലർക്ക് ഇതൊരു നോർമൽ ഡേ പോലെ കടന്നു പോകും. പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. എന്നാൽ മെജോറിറ്റി കേസസിലും അങ്ങനെയല്ല. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത സ്റ്റേജിൽ ഇതിനെ കവർ ചെയ്തു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു സപ്പോർട്ടാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിതുപോലെ നല്ല സിവിയർ ആയിട്ട് പീരീഡ്സിന്റെ ക്രാംസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ലീവ് എടുക്കും. എൻ്റെ ഒരുപാട് അറ്റൻഡൻസ് ഈ ഒരു കാര്യം കൊണ്ട് പോയിട്ടുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ലീവ് ഗേൾസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് കമന്റ്സ് കണ്ടു. അതായത് ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത് പെൺകുട്ടികളുടെ ഈക്വാളിറ്റി എഫക്റ്റ് ചെയ്യില്ലേ, ഇത് പീരീഡ്സ് ആണെന്ന് മറ്റുള്ളവർ അറിയില്ലേ എന്നൊക്കെ. പീരീഡ്സ് ആണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നമ്മൾ 2026-ലല്ലേ ജീവിക്കുന്നത്. ഇപ്പോഴും പീരീഡ്സ് പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഇത് മറ്റുള്ള കുട്ടികൾ കളിയാക്കുമെന്ന് പറയുന്നു. പീരീഡ്സ് ഇല്ലാത്ത കുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പീരീഡ്സ് ഇങ്ങനെയാണ്, ഇതിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ അമ്മമാരും സഹോദരികളും എല്ലാം ഇതൊക്കെ സഹിച്ചിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ പീരീഡ്സ് മറ്റുള്ളവർ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.